അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം ഉന്നയിച്ച ശുപാർശകളിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി. പ്രധാനമായും 6 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടപ്പിലാക്കണമെന്നാണ് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടത്. ക്ഷേത്രത്തിലെ നിലവറകൾ പൂട്ടി മുദ്രവെച്ച് താക്കോൽക്കൂട്ടം ജില്ലാ ജഡ്ജി അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗത്തിന് നൽകണം. കാണിക്കപ്പണം 3 ദിവസത്തിലൊരിക്കൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗത്തിന്റെ സാന്നിധ്യത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തണം. പത്മതീർത്ഥക്കുളം ഉൾപ്പെടെയുള്ള കുളങ്ങൾ വൃത്തിയാക്കണം. പ്രസാദമായി നൽകുന്ന പായസവും അപ്പവും കരാറടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് വാങ്ങി നൽകുന്നത് അവസാനിപ്പിക്കണം. ഒപ്പം പ്രസാദ വിതരണത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റും വൃത്തിയാക്കണം. പണ്ടാരം വക സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കരുത്. തന്നെ തെളിവെടുപ്പിന് സഹായിച്ച ക്ഷേത്രം ജീവനക്കാർക്ക് പേടി കൂടാതെ ജോലി ചെയ്യാൻ അവസരമൊരുക്കണം. എന്നാൽ അമിക്കസ് ക്യൂറി ഭാവനാസമ്പന്നമായ ഒരു കഥ പോലെയാണ് റിപ്പോർട്ട് നൽകിയതെന്ന് മാർത്താണ്ഡവർമ്മ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കെ വേണുഗോപാൽ വാദത്തിൽ പറഞ്ഞു. അമിക്കസ് ക്യൂറി കോടതി നിയോഗിച്ച ആളാണ്. കോടതിയെ സഹായിക്കുകയും കോടതിയുടെ സുഹൃത്തുമാണ് അദ്ദേഹം. അത്തരമൊരാളെക്കുറിച്ച് മര്യാദകേടായി സംസാരിച്ചാൽ അംഗീകരിക്കാനാവില്ല. ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ ആരെയും അനുവദിക്കില്ലെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. അമിക്കസ് ക്യൂറിയെയും റിപ്പോർട്ടിനെയും ഗൗരവമായി പരിഗണിച്ച സുപ്രീം കോടതി നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. ക്ഷേത്രക്കുളങ്ങൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ അമിക്കസ് ക്യൂറി നിർദ്ദേശിക്കുന്ന കരാറുകാരനെ നിയോഗിക്കാൻ ഒരുക്കമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.